ഇന്ന് പറയാൻ പോകുന്നത് സർവീസ് ടാക്സിനെ കുറിച്ചിട്ടാണ്. അതായത് സർവീസ് ടാക്സ് അണ്ടർ GSTയെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഹോട്ടലിൽ റെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ ടാക്സിൻ്റെ ഇതായിട്ട് എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളത്. അതായത് ഹോട്ടൽ റെൻറ്റ് അണ്ടർ GSTയോട് കൂടിയിട്ട് എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് സർവീസ് ടാക്സിനെ കുറിച്ചിട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് സർവീസ് ടാക്സ് അണ്ടർ GSTയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ഈ സർവീസ് ടാക്സിനെ കുറിച്ച് തന്നെ ഹോട്ടൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുപോലെ ഞാൻ എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റ് കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പം നമുക്ക് സർവീസ് ടാക്സ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് GST എന്താണെന്ന് നോക്കാം. കാരണം GSTയുടെ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. GST പറഞ്ഞാൽ എന്താ നിങ്ങൾക്കൊക്കെ അറിയാലോ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് GST. അപ്പോൾ ഒരുപാട് ടാക്സുകൾ പരിണമിച്ചതിന് ശേഷം മാത്രമാണ് GST എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. അപ്പോൾ അതിനു മുമ്പ് ആദ്യം VAT ആയിരുന്നു. 2017 GST നിലവിൽ വന്നത്. അപ്പോൾ അതിനു മുമ്പ് VAT ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അപ്പോൾ ഗുഡ്സിന് മുകളിലും ഉണ്ട്, അതേപോലെ തന്നെ സർവീസ് ടാക്സിന്റെ മുകളിലും GST വരുന്നുണ്ട്. അപ്പോൾ ഈ GSTക്ക് രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് സ്റ്റേറ്റിന്റെ ഉള്ളിൽ നടക്കുന്നതുണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റിന് പുറത്ത് നടക്കുന്നതുണ്ട്. അതായത് അവിടെ രണ്ട് തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഇൻട്രാ സ്റ്റേറ്റും ഉണ്ട്, ഇന്റർ സ്റ്റേറ്റും ഉണ്ട്. ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്നതുണ്ട്, അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പർച്ചേസോ അല്ലെങ്കിൽ സെയിലോ നടത്തുന്നതുണ്ട്. അപ്പോൾ അവിടെ ടാക്സിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. സ്റ്റേറ്റിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ അവിടെ കളക്ട് ചെയ്യുന്നത് CGSTയും SGST എന്ന് പറയും. എന്നാൽ ഒരു സ്റ്റേറ്റിന്റെ പുറത്തേക്കാണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ IGST ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് ഗുഡ്സിനും ബാധകമാണ്, അതേപോലെ തന്നെ സർവീസിനും ബാധകമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് സർവീസ് ടാക്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സർവീസ് ടാക്സ് പറയുന്നത് ഇപ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, രണ്ടാമത് പറഞ്ഞെങ്കിൽ നമ്മൾ സർവീസ് വാങ്ങിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പാഴ്സൽ സർവീസ് നടത്തുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് എന്താണ് സർവീസ് എന്താണ് അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എന്താണ് ഇൻകമാണ്. കാരണം അവരുടെ അടുത്തുനിന്ന് നമ്മുടെ പൈസ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ സർവീസ് ടാക്സ് ആണ് അടയ്ക്കുന്നത്. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയിട്ട് താമസിക്കുന്നു. അപ്പോൾ നമ്മളവിടെ അക്കോമഡേഷൻ എടുക്കുന്നു. അപ്പോൾ നമ്മളവിടെ റെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തും കൂടി കൊടുക്കണം, സർവീസ് ടാക്സും കൂടി കൊടുക്കണം. അപ്പോൾ നമുക്കതൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മളത് പർച്ചേസിലാണ് ചെയ്യുക. അതായത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെയിൽസിലാണ് ചെയ്യുക, കാരണം നമുക്ക് ഇൻകം കിട്ടുകയാണ് ചെയ്യണത്. എന്നാൽ നമ്മൾ സർവീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അത് ചിലവാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് എന്നുള്ള വൗച്ചറിലാണ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളും ഇന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മളൊരു പാഴ്സൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ പ്രൊവൈഡ് എ പാഴ്സൽ സർവീസ് ടു ABC എന്ന് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടാലിയിൽ സർവീസ് ടാക്സ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ KTF ടാലിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒരു കമ്പനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ മുകളിൽ കമ്പനിയിലേക്ക് പോയി ഇവിടെ നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. നമുക്ക് ഇവിടെ പുതിയതായിട്ട് നമുക്ക് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പേര് കൊടുക്കാം, സർവീസ് ടാക്സ് എന്ന് കൊടുക്കാം. സർവീസ് ടാക്സ് അണ്ടർ GST എന്നുള്ള ഒരു പേര് നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്, അപ്പോൾ ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റേറ്റ് എപ്പോഴും നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിലും രണ്ട് ടാക്സുകളാണ് അവിടെ വരിക. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് നിൽക്കണം എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് കാണിക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് കേരളയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കേരള കൊടുത്തു, അപ്പോൾ ഇന്ത്യ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇയറൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ടാക്സ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ റൈറ്റിൽ എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ GST എന്നുള്ളത് അടിച്ചു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഇവിടെ നമ്മൾ അടിച്ചു. ഇപ്പോൾ ഞാനിവിടെ ഒരു ഡെമോ ആയിട്ട് ഞാനിവിടെ ഒരു GST നമ്പർ കൊടുക്കുകയാണ്. ഞാൻ എൻ്റർ അടിച്ചു, മന്ത്ലി കൊടുത്തു.
ഇത് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഈ വിൻഡോ സേവ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ നമ്മൾ ടാക്സ് എനേബിൾ ചെയ്തിട്ട് വെച്ചു. ഇനി നമുക്ക് എൻട്രിയാണ് ചെയ്യേണ്ടത്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ടു ABC പാഴ്സൽ, നമ്മൾ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേറൊരു പാർട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്തിനാണ് ചെയ്യേണ്ടത്? സെയിൽസിലാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ പാർട്ടിയുടെ അടുത്ത് നിന്ന് എന്തുകൂടി കളക്ട് ചെയ്യും? സർവീസ് ടാക്സും കൂടിയിട്ട് കളക്ട് ചെയ്യും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ പാർട്ടിയുടെ പേരടിക്കാം. ഇപ്പോൾ ABC പാഴ്സൽ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടിയുടെ പേരടിക്കാം. അണ്ടർ ഈ പാർട്ടി ആരാണ്? നമ്മളുടെ സൺട്രി ഡെറ്ററാണ്. അപ്പോൾ നമ്മൾ സൺട്രി ഡെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ള ഓപ്ഷൻ യെസ് കൊടുത്തു. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ് വളരെ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 2 തരത്തിലും ആകാം. ഒന്ന് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്നതുകൊണ്ട്, അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാം, അവരുടെ അടുത്ത് നിന്ന് സർവീസ് വാങ്ങിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന എക്സാമ്പിളെ പറയുന്നത് ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ കേരള തന്നെ, നമ്മളും കേരളയാണ്, ഈ പാർട്ടിയും കേരള തന്നെയാണ്. എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾക്ക് അവരുടെ GST നമ്പറൊക്കെ നമ്മൾക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെറുതെ ഒരു ഡെമോ നമ്പറാണ് അടിച്ചു കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിക്കാം. എൻ്റർ. ഇവിടെ ചിലപ്പോൾ ഇപ്പോൾ ഐറ്റം മോഡായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക, നെയിം ഓഫ് ഐറ്റം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ പർട്ടിക്കുലേഴ്സ് ആക്കിയിട്ട് മാറ്റാം. ഇപ്പോൾ ഇവിടെ പർട്ടിക്കുലേഴ്സിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ Alt C അടിച്ചു. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾക്ക് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെഡ്ജർ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ഇത് നമ്മളെ സംബന്ധിച്ചോളം ഇൻഡയറക്റ്റ് ഇൻകമാണ്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചോളം ഇൻഡയറക്റ്റ് ഇൻകമാണ്. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. എൻ്റർ അടിച്ചു. ഇവിടെ ഈ GST അപ്ലിക്കബിൾ എന്നുള്ളടത്ത് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതേപോലെ തന്നെ സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസിൻ്റെ അവിടെയാണെങ്കിൽ യെസ് കൊടുത്തു. ഇവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ഈസ് നോൺ GST ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നോ കൊടുത്തു. കാരണം നമ്മൾ ഗുഡ്സ് അല്ലല്ലോ കൊടുക്കണത്, സർവീസ് ആണല്ലോ കൊടുക്കണത്. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. നാച്ചർ ഓഫ് ട്രാൻസാക്ഷൻ്റെ അവിടെ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിൽസ് ടാക്സബിളിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് സെയിൽസ് ടാക്സബിൾ സെലക്ട് ചെയ്തിട്ടെടുക്കാം. എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ടാക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ CGSTയും SGST ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ടാക്സ് പറയുന്നത് ഒരു 18%. അതായത് ഇപ്പോൾ ഈ പാർട്ടിക്ക് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ എന്തുകൂടി കളക്ട് ചെയ്യുന്നുണ്ട്? ടാക്സും കൂടി കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 18% അടിച്ചു. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെൻട്രൽ ടാക്സും സെയിൽ ടാക്സും ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇപ്പോൾ ഇങ്ങനെ ടാക്സുകൾ വന്നിട്ടില്ല എന്ന് വിചാരിക്കുക, നിങ്ങളൊന്ന് ജസ്റ്റ് F12 അടിച്ചാൽ മതി. F12 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, ഷോ ഓൾ GST ടാക്സ് ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും. ഇത് എസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ടാക്സുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. നമ്മൾ ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഗുഡ്സിന് പകരം സർവീസസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ സർവീസസ് കൊടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എമൗണ്ട് കൊടുക്കാം. ഇപ്പോൾ എമൗണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഒരു 9,000 ആണെന്ന് വിചാരിക്കാം. 9,000 കൊടുത്തു. ഇനി നമ്മൾ എന്താണ് ഇതിന് മുകളിൽ എന്താണ് ടാക്സ് കൂടി കളക്ട് ചെയ്യണം. ഏതൊക്കെയാണ്? CGSTയും SGSTയും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് Alt C അടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. CGST അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ GST സെലക്ട് ചെയ്തിട്ടെടുത്തു. അതേപോലെ തന്നെ ഇവിടെ സെൻട്രൽ ടാക്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ CGST വന്നു. ഇനി നമുക്ക് അടുത്തത് നമുക്ക് SGST കൊടുക്കാം. SGST കൊടുത്തു. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. GST കൊടുത്തു. ഇവിടെ ആണെങ്കിൽ നമ്മൾക്ക് സ്റ്റേറ്റ് ടാക്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇപ്പോൾ നമുക്ക് രണ്ടും കൂടി ടാക്സും കൂടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾക്ക് ടോട്ടൽ എമൗണ്ടാണ് പറയുന്നത് 10,620 ആണ് നമ്മൾ കളക്ട് ചെയ്യണത്. ഇപ്പോൾ ടാക്സ് ആയിട്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സർവീസിലാണെങ്കിൽ 9,000 ഉണ്ട്. അതിൻ്റെ മുകളിൽ CGSTയും SGSTയും കൂടിയിട്ട് ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ പാർട്ടിയുടെ അടുത്തുനിന്ന് കളക്ട് ചെയ്യേണ്ടത്. ഇത് എടുത്തു കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ നമുക്ക് ന്യൂ റെഫറൻസിലൊക്കെ വന്നു. ഇത് ജസ്റ്റ് നമ്മൾക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എൻട്രി നമ്മൾക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ റിലേറ്റഡ് റിപ്പോർട്ട്സിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ Alt A അടിച്ചാൽ മതി. GST ടാക്സ് അനാലിസിസ്
ഇതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 9,000 വന്നിട്ടുണ്ട്. അതിൻ്റെ ടാക്സ് ആയിട്ടുള്ള എമൗണ്ട് 1620 എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എൻട്രി നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ എൻട്രി നമ്മൾ സേവ് ചെയ്തു. ഇപ്പം നമ്മൾ ആ എൻട്രി സേവ് ചെയ്തു. ഇപ്പം നമ്മളൊരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് വേറൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെലി കമ്മ്യൂണിക്കേഷൻ സർവീസ് നമ്മളിപ്പോൾ കേരളത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂരിലെ ഒരു പാർട്ടിക്ക് നമ്മൾ ടെലി കമ്മ്യൂണിക്കേഷൻ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സർവീസ് വിൽക്കുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾക്ക് പാർട്ടിയുടെ പേര് നമുക്ക് അടിക്കാം. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ പാർട്ടിയുടെ പേരടിക്കാം, സോന ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടിക്കാം. എൻ്റർ അടിച്ചു. ഇതിലും എന്താണ് സൺട്രി ഡെറ്ററാണ്. അപ്പോൾ ഇവിടെ സൺട്രി ഡെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ളത് അടിച്ചു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് വളരെ നിർബന്ധമാണ്. ഇപ്പോൾ കോയമ്പത്തൂരാണ്. അപ്പോൾ ഇവിടെ ഏതാണ് കൊടുക്കേണ്ടത്? ചെന്നൈയാണ് സ്റ്റേറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ചെന്നൈ സ്റ്റേറ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ സ്റ്റേറ്റ് ഏതാണ്? തമിഴ്നാടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തമിഴ്നാട് കൊടുക്കാം. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ടാക്സ് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ IGST ആണ് നമുക്ക് വരേണ്ടത്. CGST SGST അല്ല. കാരണം എന്താണ്? നമ്മൾ വേറൊരു ടാക്സിലേക്കാണ്, കാരണം നമ്മൾ വേറൊരു സ്റ്റേറ്റിലേക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എൻ്റർ അടിച്ചു. എൻ്റർ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി എന്നുള്ളത് അടിക്കാം. ഇൻ്റർനെറ്റ് ഫെസിലിറ്റി അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകത്തിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. ഈ GST അപ്ലിക്കബിൾ എന്നുള്ളടത്ത് അപ്ലിക്കബിളിലേക്ക് എടുത്തു. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസിൻ്റെ അവിടെ യെസ് കൊടുത്തു. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഇൻ്റർസ്റ്റേറ്റിലേക്ക് ആയതുകൊണ്ട് നമ്മളിവിടെ കാണിക്കേണ്ടത് ഇൻ്റർസ്റ്റേറ്റ് സെയിൽസ് ടാക്സബിളിലേക്കാണ് കാണിക്കേണ്ടത്. കാരണം എന്നാൽ മാത്രമാണ് IGST ഓട്ടോമാറ്റിക്കായിട്ട് വരുള്ളൂ. നമുക്ക് ഇവിടെ റേറ്റ് കൊടുക്കാം. ഇപ്പോൾ 28% കൊടുത്തു. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ഒന്നിലേക്ക് മാത്രം 28%. മുമ്പ് നമ്മൾ CGSTയും SGSTയും സെപ്പറേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ IGST മാത്രമാണുള്ളത്. നമ്മൾ ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ സർവീസസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. ഇപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നതെങ്കിൽ ഇപ്പോൾ ഒരു 25,000 കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ എന്തും കൂടി കളക്ട് ചെയ്യണം? IGSTയും കൂടി കളക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. Alt C അടിച്ചു. IGST അടിച്ചു. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. GST സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ടാക്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമ്മൾക്ക് ടാക്സ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ CGST കൊടുത്തു വിചാരിക്കുക. CGST ഇവിടെ വരില്ല. കാരണം എന്താണ്? നമ്മളിവിടെ ടാക്സ് കൊടുത്തിട്ടുള്ളതിനനുസരിച്ചാണ് ഇവിടെ ടാക്സ് വരിക. സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റിന് നോക്കിയിട്ടാണ് എപ്പോഴും ടാക്സ് വരുള്ളൂ. നമുക്ക് ഇത് നമ്മൾ എൻ്റർ അടിച്ചു. നമുക്കിവിടെ ന്യൂ റെഫറൻസിലേക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ളത് നോക്കി, സ്റ്റേറ്റിൻ്റെ പുറത്തുള്ളത് നോക്കി. ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സെയിൽസിൻ്റെ കാര്യമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കൊരു പർച്ചേസിൻ്റെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ പർച്ചേസിലാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയായിരിക്കും വരിക സർവീസ്. നമ്മളൊരു സർവീസ് വാങ്ങിക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ സർവീസ് ടാക്സ് എന്താണ് കൊടുക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ താമസിക്കണം. അപ്പോൾ നമ്മളവിടെ ഒരു ഹോട്ടൽ ഫെസിലിറ്റി നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ അവർക്ക് എന്താ കൊടുക്കുക? റെൻറ്റ് കൊടുക്കും. അതിനോടൊപ്പം നമ്മൾ എന്തും കൊടുക്കും? സർവീസ് ടാക്സും കൂടിയിട്ട് കൊടുക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഹോട്ടൽ റെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അത് സർവീസ് ടാക്സോട് കൂടിയിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ എനിക്ക് എങ്ങനെ ഒരു കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു, ഹോട്ടൽ റെൻറ്റ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് GSTയോട് കൂടിയിട്ട് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് പർച്ചേസിലാണ് ഇനി അടുത്ത ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ പർച്ചേസ് എന്നുള്ള ട്രാൻസാക്ഷൻ എടുക്കാം. ഇവിടെ നമുക്ക് എൻ്റർ അടിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് പാർട്ടീസ് നെയിം, ഇപ്പോൾ നമുക്കൊരു ഹോട്ടലിൻ്റെ പേരടിക്കാം, റോയൽ ഹോട്ടൽ. എൻ്റർ അടിച്ചു. ഇപ്പോൾ സൺട്രി ക്രെഡിറ്ററിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. സൺട്രി ക്രെഡിറ്റർ സെലക്ട് ചെയ്തിട്ടെടുത്തു. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റ് പ്രധാനമാണ്. ഇപ്പോൾ ഞാനിവിടെ കേരള തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ പർട്ടിക്കുലേഴ്സിൽ നമുക്ക് ഹോട്ടൽ ഫെസിലിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ റെൻറ്റ് എന്നുള്ളത് അടിക്കാം. ഇപ്പോൾ റെൻറ്റ് അടിച്ചു. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഈ GST അപ്ലിക്കബിൾ എന്നുള്ളടത്ത് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യെസ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ പർച്ചേസ് ടാക്സബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ പർച്ചേസ് ടാക്സബിൾ
അടിച്ചു, എൻ്റർ അടിച്ചു. ഇപ്പോൾ റേറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 18% കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ റെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ സ്ലാബ് റേറ്റ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ 1000 വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് GST കൊടുക്കേണ്ട ആവശ്യമില്ല. 1000 to 2500 വരെയാണെന്നുണ്ടെങ്കിൽ 18% ആണ്. 2500 മുകളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 28% ആണ് GST വരിക. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് 18% ആണ് കൊടുക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ സർവീസസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഇവിടെ എമൗണ്ട് കൊടുത്തു. ഇപ്പോൾ ഒരു 2900 ആണ് ഞാൻ കൊടുത്തത്. എൻ്റർ അടിച്ചു. ഇനി ഇതിന് മുകളിൽ എന്തും കൂടി കൊടുക്കണം? സർവീസ് ടാക്സും കൂടി കൊടുക്കണം. അപ്പോൾ ഇവിടെ CGSTയും SGSTയും ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ CGST സെലക്ട് ചെയ്തിട്ടെടുത്തു. എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇനി അടുത്തത് എന്താണ്? SGSTയും കൊടുത്തു. ഇപ്പോൾ ടോട്ടൽ എമൗണ്ടാണ് ഇവിടെ കളക്ട് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ബിൽ നമ്പർ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഈ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 3 എക്സാമ്പിളാണ് നോക്കിയത്. 2 സെയിൽസിൽ നോക്കി, 1 പർച്ചേസും. അതായത് ഒന്ന് സ്റ്റേറ്റും മറ്റത് ഇൻ്റർ സ്റ്റേറ്റും നോക്കി. അതേപോലെ തന്നെ പർച്ചേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസ് ടാക്സ് വാങ്ങിക്കുന്നതാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഗോ ടൂലേക്ക് പോയി നമ്മൾക്ക് ഇവിടെ GST റിപ്പോർട്ട്സ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ GSTR2 എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എമൗണ്ട് കാണാൻ പറ്റും. നമ്മൾ ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ GSTR2 കാണുന്നതാണെങ്കിൽ നമ്മൾ ബാഗേജിലെ എൻട്രി, പർച്ചേസിൻ്റെ എൻട്രിയാണ് ഇവിടെ കാണുക. അതായത് ഹോട്ടൽ റെൻറ്റ് കാണിച്ചിട്ടുള്ളത്, അതിൻ്റെ എമൗണ്ട്, അതിൻ്റെ ടാക്സിൻ്റെ എമൗണ്ട് ഇവിടെ കാണിക്കും. ഇനി നമുക്ക് സെയിൽസിൽ ചെയ്തിട്ടുള്ളതാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ ഗോ ടൂലേക്ക് പോയി നമ്മൾ GST റിപ്പോർട്ട്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമ്മൾക്ക് GSTR3B സെലക്ട് ചെയ്തിട്ടെടുക്കാം. GSTR3B എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് എമൗണ്ടുകൾ ഇവിടെ കാണും. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 2 എണ്ണമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ABC പാഴ്സലും അതേപോലെ തന്നെ ഒന്ന് സോന ട്രേഡേഴ്സും. അതായത് ഒന്ന് സ്റ്റേറ്റും മറ്റത് ഇൻ്റർ സ്റ്റേറ്റും ആയിട്ടുള്ള 2 ട്രാൻസാക്ഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാറ്റിൻ്റെയും റിപ്പോർട്ട് നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ടാലി പ്രൈമിലെ സർവീസ് ടാക്സിൻ്റെ എൻട്രി ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.